ഒരു മനുഷ്യ കൊറേ കാലമായല്ലോ കണ്ടിട്ട്. ഞാനിവിടെയൊക്കെ ഉണ്ട് ശ്രുതി. നീ എവിടെയായിരുന്നു? നീയാണല്ലോ ഫുൾ ബിസി, നിന്നെ കാണാനേ കിട്ടുന്നില്ല. ഓക്കെ, നീ ഇപ്പൊ എന്താ ചെയ്യുന്നേ? ഞാനിപ്പോ ഒന്നും ചെയ്യുന്നില്ല. കല്യാണം കഴിഞ്ഞു, പിന്നെ കുട്ടികളായി. ഇപ്പോ കുഞ്ഞു കുട്ടികളാണല്ലോ, അപ്പൊ ഒന്നും ചെയ്യാൻ പുറത്തേക്ക് പോകാനൊന്നും പറ്റില്ല. അപ്പോ ഇങ്ങനെ വീട്ടിലിരിക്കുകയാണ്, വെറുതെ ഒന്നും ചെയ്യാണ്ടിരിക്കുകയാണ്. ഓക്കെ, നീ എന്താ ചെയ്യുന്നേ ഇപ്പോ? എടാ, ഞാൻ കുറെ ഓൺലൈൻ ജോബുകൾ നോക്കിയിരുന്നു. കിട്ടുന്ന ജോബ് ഞാൻ അപ്ലൈ എല്ലാം ചെയ്തു, പക്ഷെ എല്ലാം ലോങ് ആണ് കിട്ടുന്നതെല്ലാം. നിനക്കറിയാലോ, നമുക്ക് എല്ലാത്തിലും പോവാൻ പറ്റില്ല. കാരണം വീട്ടില് കുട്ടികള്, പേരൻസിനെ ഒക്കെ നോക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് എനിക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, പിന്നെ സ്വന്തമായിട്ടൊരു ജോബ് വീട്ടിൽ തന്നെ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാനോ. അങ്ങനെ നോക്കിയപ്പോൾ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റില്ലല്ലോ, നമ്മുടെ സാഹചര്യം കൂടി നോക്കണ്ടേ. അങ്ങനെ ഞാൻ ഇങ്ങനെ ഓൺലൈനിൽ സെർച്ച് ചെയ്തപ്പോഴാണ് നമ്മുടെ ഫേസ്ബുക്കിൽ കാണുന്നത് ഒരു ആഡ്. ഏകജാലയുടെ ഒരു സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കരിയർ കൗൺസിലിങ്ങിന്റെ ഒരു ആഡ് കണ്ടു. അത് ഞാൻ അപ്ലൈ ചെയ്തു. ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ എന്നെ കോൺടാക്ട് ചെയ്തു. പിൻകോഡ് ചോദിച്ചു. ഞാൻ പിൻകോഡും പോസ്റ്റ് കോഡും പറഞ്ഞു കൊടുത്തു. അത് ചെക്ക് ചെയ്തതിന് ശേഷം അത് അവൈലബിൾ ആണെന്നാണ് എൻ്റെ അടുത്ത് അവർ പറഞ്ഞിരുന്നത്. അതിനുശേഷം എന്നെ ഇന്റർവ്യൂ ചെയ്തു. ഞാൻ ഇന്റർവ്യൂവിൽ സെലക്ട് ആയി. ഇപ്പൊ ഞാൻ സ്വന്തമായിട്ട് ഒരു സംരംഭം വീട്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. ആണോ? അപ്പൊ എന്താ ഈ പിൻകോഡിന്റെ സംഭവം? എന്താ അതെന്താ? പിൻകോഡ് ബേസ് ചെയ്തിട്ടാണോ? അതെ, കേരളത്തിൽ 5000 പേർക്ക് മാത്രമാണ് ഏകജാലയുടെ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാനുള്ള അവസരം ഉള്ളത്. ഓക്കെ, അപ്പൊ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അയ്യോ, അതറിയില്ല. കാരണം മനീഷയുടെ പിൻകോഡ് അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ലല്ലോ. വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത ഡിസ്ട്രിക്ട് കോർഡിനേറ്ററിന്റെ നമ്പർ ഞാൻ തരാം, ഒന്ന് വിളിച്ച് സംസാരിച്ച് നോക്കൂ. അല്ലാന്നുണ്ടെങ്കിൽ ഏകജാലയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിന്റെ ലിങ്കിലൂടെ കയറി രജിസ്റ്റർ ചെയ്താൽ മതി, അവര് വിളിച്ചോളൂ. ആണോ? ഓക്കെ.